കൃഷ്ണ കങ്കണ റണൌട്ട് അഭിനേത്രിയാണ്. ഒരു ബോളിവുഡിലെ പ്രമുഖ അഭിനേത്രിയാണ്. കൂടാതെ നമ്മുടെ പാർലമെൻറ്റിലെ ഒരു അംഗം കൂടിയാണ്. അതുമാത്രമല്ല, എപ്പോഴും വിവാദങ്ങൾക്കൊപ്പം കുടപിടിച്ച് വരുന്ന ഒരു വിവാദ സ്റ്റാറാണ്. അല്ലെങ്കിൽ വാ തുറന്നാൽ മണ്ടത്തരവും വിവാദവും പറയാൻ വേണ്ടി മാത്രം രംഗത്ത് വരുന്ന ഇവർ ഇപ്പോൾ നമ്മുടെ CJP പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അഡ്രസ്സ് ചെയ്തും കുറച്ച് പ്രസ്താവനകൾ അല്ലെങ്കിൽ കുറച്ച് വിദ്വേഷങ്ങൾ പരത്തിയിട്ടുണ്ട്. അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും അല്ലെങ്കിൽ ലഹരിക്കും അടിമപ്പെടുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ തണലിൽ ജീവിക്കുന്ന ഒരു തലമുറ എന്നാണ് നമ്മുടെ ജെൻസിയെ അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ശരിക്കും കങ്കണ റണൌട്ട് പറയുന്ന പോലെയാണോ നമ്മുടെ ജെൻസി? കങ്കണ റണൌട്ട് പറയുന്നത് പോലെയാണോ ജെൻസി എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം എന്താണ്, നമ്മുടെ സംസ്കാരം എന്താണ്? പാശ്ചാത്യ സംസ്കാരമല്ല. അതായത് 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ പുറത്തേക്ക് പോയി വീട്ടിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്ത് അതിനോടൊപ്പം പഠിച്ച് അങ്ങനെ പോകുന്നൊരു സംസ്കാരമല്ല. ഇതിൽ കങ്കണ റണൌട്ട് പറയുന്നത് സ്വതന്ത്രരായി ജീവിക്കാൻ താല്പര്യമുള്ള കുറേ പേരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെന്നാണ്. അതായത് സ്വതന്ത്രരൊക്കെ തന്നെയും, അങ്ങനെ സ്വതന്ത്ര അഭിപ്രായമുള്ളവരൊക്കെ തന്നെയും അഹങ്കാരികളാണ്, ധിക്കാരികളാണ് എന്നുള്ള പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കങ്കണ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജെൻസികളെ നമുക്ക് ഈ കൂട്ടത്തിൽ കൂട്ടാനായിട്ട് പറ്റില്ല. കങ്കണ പറഞ്ഞ പോലെയല്ല ജെൻസികൾ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ജെൻസികൾ മുന്നോട്ട് വരില്ല, അവരവരുടെ കാര്യം നോക്കിപ്പോയേനെ. പക്ഷേ ഇന്ന് രാജ്യത്ത് നടക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന കെടുകാര്യസ്ഥതയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ജെൻസികൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ, കൃത്യമായി രാഷ്ട്രീയം പറയാൻ ജെൻസികൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മാറ്റം തന്നെയാണ്, ഒരു മുന്നേറ്റം തന്നെയാണ്. അപ്പോൾ കങ്കണ പറഞ്ഞത് വെച്ച് ജെൻസികളെ അപ്പാടെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് മാറിയിട്ടുള്ളത്. പക്ഷെ അതിൽ കങ്കണ എന്നിട്ട് വിശദീകരണമായി പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത കുറച്ച് റീൽസുകളൊക്കെ പങ്കുവച്ചിട്ടുള്ള, തെറ്റായ റീൽസുകളൊക്കെ പങ്കുവച്ചിട്ടുള്ള എന്നൊക്കെ പറഞ്ഞ് അതിന് വിശദീകരണവുമായി തടി തപ്പിയിട്ടുണ്ട്. എങ്കിലും കങ്കണ പറയുന്നത് ജനറേഷൻ ഗട്ടർ എന്നാണ് ജെൻസികളെ അധിക്ഷേപിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പൊതുവെ ഒരു പരാമർശമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനറേഷൻ ജെൻസിയുടെ കൂടെ ചേർന്നുകൊണ്ട് ഗട്ടറിനെയും കൂടെ കൂട്ടിക്കലർത്തിയിരിക്കുക. അപ്പോൾ ഒരു തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് അതിലൂടെ ജെൻസികൾക്ക് നേരെ കങ്കണ വച്ചിരിക്കുന്നത്. അതുതന്നെ ജെൻസികളെ ആകെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ശബ്ദമുയർത്തുന്നവരെ താഴ്ത്തിക്കെട്ടുന്ന കങ്കണയുടെ ഒരു സമീപനം, ഇതിൽ ഈ പറഞ്ഞതുപോലെ മദ്യവും മയക്കുമരുന്നുമൊക്കെ ജെൻസികൾക്കിടയിൽ സുലഭമാണ് എന്ന രീതിയിലൊക്കെയാണ് കങ്കണ പറഞ്ഞു വെക്കുന്നത്. ഇതിനെതിരെ CJPയുടെ വക്താവ് പ്രതികരിക്കുന്നൊരു നിലയുണ്ടായി. ഒരു മാധ്യമത്തിന് മുന്നിൽ പ്രതികരിക്കുന്നത് റീലായി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ കങ്കണ സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തുകൊണ്ട് കങ്കണ അതിൽ പറഞ്ഞത്, ഈ പ്രായത്തിൽ ഞാൻ 2 ദേശീയ അവാർഡ് നേടിയിട്ടുണ്ടെന്നാണ്. അതെ, 2 ദേശീയ അവാർഡ് നേടിയത് കൊണ്ട് താൻ വലിയതാണ്, താൻ വലിയ ആളാണ്. പകരം ഒരു രാജ്യത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ആൾ ഒന്നുമല്ല, ദേശീയ അവാർഡ് വാങ്ങിക്കൂ, നിങ്ങൾ വലിയ ആളാണ് എന്നൊരു രീതിയിലേക്കാണ് കങ്കണ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഏതൊരു പ്രവർത്തനത്തിനും പ്രതിപ്രവർത്തനം ഉണ്ടാവുന്നു. ന്യൂട്ടൻ്റെയൊക്കെ ലോ വിസ്മരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പം നടക്കുന്ന അറസ്റ്റുകളായിക്കോട്ടെ, ഈ പ്രൊട്ടസ്റ്റ് ചെയ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളായിക്കോട്ടെ, ഇതെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്തു വെച്ചവർ വരുത്തി വെച്ചതാണ് എന്നുള്ള രീതിയിലേക്ക് കങ്കണ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്ക് എക്കാലവും ഇത് തന്നെയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കങ്കണയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, കങ്കണ വിവാദങ്ങളുടെ ഒരു നായികയാണ്. എന്നും എത്ര വർഗീയപരമായിട്ടുള്ള പരാമർശമായിക്കോട്ടെ, തെറ്റായ പരാമർശമായിക്കോട്ടെ, ഇതെല്ലാം നിരന്തരം നടത്തുന്ന ഒരാളാണ് കങ്കണ. കങ്കണ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് നമുക്കൊന്നും അത്ഭുതപ്പെടാനില്ല. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം മറ്റൊന്നാണ്. ഇതിൽ BJP അല്ലെങ്കിൽ RSS അനുഭാവമുള്ളവർ പ്രതികരിക്കുന്ന ശൈലിയാണ്. എത്തരത്തിലുള്ള പ്രതികരണമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നതെന്ന് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അടച്ചാക്ഷേപിക്കുന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി സ്ലട്ട് ഷെയ്മിങ് ചെയ്യുന്ന രീതിയിലേക്കും പ്രതികരണങ്ങൾ മാറുന്നുണ്ട്. അതുമാത്രമല്ല, 2014 ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു പ്രധാന ജനസമ്മതിയുള്ള അല്ലെങ്കിൽ ഒരു പ്രധാന വ്യക്തിയാണ് ഈ കങ്കണ റണൌട്ട്. അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെയായിരുന്നു. 2014 ശേഷമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. 2014 പ്രത്യേകത എന്താ? നരേന്ദ്രമോദി സർക്കാർ
അധികാരത്തിലെത്തുന്നു. അതിനുശേഷമാണ് ഈ നമുക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. അതിനു മുമ്പുള്ള ഒന്നും സ്വാതന്ത്ര്യമല്ല. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് നടന്നിരുന്ന സ്വാതന്ത്ര്യ സമരങ്ങളോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെയോ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയായിരുന്നു ആ സമയത്ത് നടത്തിയത്. അതുമാത്രമല്ല, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പ് ഈ ഒരു കങ്കണ റണൌട്ടിൻ്റെ പുതിയൊരു സിനിമയുടെ ഇൻ്റർവ്യൂവിനിടയിൽ, ഭാരത് ഭാഗ്യ വിധാത അങ്ങനെ ഏതോ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷനിടയ്ക്കാണ് ഇതുപോലെ ഒരു വിവാദപരമായുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കങ്കണയിൽ നിന്നുണ്ടായി. അതായത് നമ്മുടെ രാജ്യത്തെ നേഴ്സുമാരെ അല്ലെങ്കിൽ അവരുടെ ആ ഡ്രസ്സിങ്ങിനെ വെച്ചിട്ട് അവരുടെ ഭാഗത്തു നിന്നൊരു ഏറ്റവും രൂക്ഷമായ അല്ലെങ്കിൽ ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു മോശപ്പെട്ട ഒരു പ്രതികരണമാണ് ഉണ്ടായത്. അതായത് ഈ നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ നേഴ്സുമാർ എന്ത് ഏറ്റവും കൂടുതൽ ലൈംഗികവൽകൃതമായിട്ടുള്ള ഒരു തൊഴിലാണെന്നും അല്ലെങ്കിൽ അവരുടെ ഈ ഒരു വസ്ത്രധാരണം ഏറ്റവും പാശ്ചാത്യ രീതിയിലുള്ള, അതായത് നമ്മുടെ ബ്രിട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് രീതിയിലുള്ള വസ്ത്രധാരണമാണ്, അതുകൊണ്ട് അവരെല്ലാം ആ ഒരു രീതിയിലുള്ള ദാസി എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ സമയത്ത് നടത്തുന്നു. പക്ഷേ ഈ കങ്കണ റണൌട്ട് അടിക്കടി ഇതുപോലെ അടിച്ചിറക്കുന്ന ചില ക്യാപ്സ്യൂളുകൾ അല്ലെങ്കിൽ ഈ ഒരു വർഗീയ വിദ്വേഷ സ്റ്റേറ്റ്മെൻറ്റുകൾ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് BJP RSSൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലപ്പോഴും ഇവരെ രണ്ട് കൈയും വിട്ടൊഴിയുന്ന ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് BJP RSS വക്താക്കൾക്ക് തന്നെ. കാരണം അത്രത്തോളം വിഷമാണ് ഈ കങ്കണയുടെ വായിൽ നിന്നും വരുന്നത്. അപ്പോൾ ഇവരെ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇവരെ ന്യായീകരിച്ച് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമെന്ന് സകല രീതിയിലും നോക്കിയിട്ടും അത് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കങ്കണയെ പല രീതിയിലും പല സാഹചര്യത്തിലും RSSും BJPയും തള്ളി പറയേണ്ടി വന്നിട്ടുള്ളത്. ഇന്ന് CJP തന്നെ സൂചിപ്പിക്കുന്നൊരു നിലയുണ്ടായി. BJP നേതാക്കൾക്ക് പോലും താല്പര്യമില്ലാത്ത ആളാണ്, പിന്നെയല്ലേ എന്നുള്ള രീതിയിലേക്ക് വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഈ വർഗീയപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ലട്ട് ഷേമിംഗ് പരാമർശങ്ങൾ പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നവർക്ക് നേരെ സമാനമായിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ് നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. TG മോഹൻദാസ് എന്ന RSS നേതാവിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു പ്രചരണം, അത് എത്രത്തോളം മോശമായിട്ടുള്ള സ്ലട്ട് ഷേമിംഗ് പരമായിട്ടുള്ള ഒരു പരാമർശമായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളൊക്കെ തന്നെയും ബലാത്സംഗത്തെ താല്പര്യപ്പെടുന്നവരാണെന്നാണ്. അങ്ങനെ പരാമർശങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മുടെ ഒരു ഭരണഘടന പ്രദാനം ചെയ്യുന്ന ഒരു രാജ്യമാണ്. ആശയപരമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം ഉന്നയിക്കാൻ ഓരോ പൗരനും അവകാശമുള്ള നാടാണിത്. പക്ഷേ ഇതുപോലുള്ള ഓരോ വർഗീയ വിദ്വേഷ പരാമർശങ്ങളെ ഒന്നും വെച്ചു പൊറിപ്പിക്കരുത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഒക്കെ പ്രചരണം നടത്തുന്നു. ഇപ്പോൾ അതിനെതിരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊരു മാർച്ച് നടത്താൻ DYFI തയ്യാറായിട്ടുണ്ടായിരുന്നു. ആ മാർച്ചിൽ പങ്കെടുത്തവർക്കെതിരെ 50ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് ഒരു വർഗീയമായ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു പരാമർശം നടത്താമെന്ന തരത്തിലേക്ക് അതിന് കൂട്ടുനിൽക്കുന്ന രീതിയിലേക്കും ഭരണ സംവിധാനങ്ങൾ മാറിപ്പോയോ എന്ന ഒരു സംശയം കൂടെ ഉടലെടുക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറയേണ്ടി വരും. അതുമാത്രമല്ല, ഈ BJP നേതാക്കളുടെ മത്സരിച്ചുള്ള ഈ വർഗീയ പരാമർശങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ അതിനോട് ചെയ്യുന്ന സമീപനങ്ങൾക്കെല്ലാം ഇവർ അവാർഡാവുന്നു അല്ലെങ്കിൽ ഇവർ പ്രതിഫലം പറ്റുന്നു എന്നുള്ളതാണ്. അത് ഒന്നുകിൽ പദവിയാവാം, അല്ലെങ്കിൽ മറ്റേ ഫണ്ടുകൾ അതുവഴിയാകാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായോ അല്ലെങ്കിൽ അവർക്ക് പദവി സമ്മാനിക്കുന്ന രീതിയിലോ ഇവരുടെ ഓരോ പരാമർശവും അംഗീകരിക്കപ്പെടുന്നുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിലുള്ള നീക്കമാണ് ഭരണകൂടങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ശരിക്കും ഈ ഭരണകൂടങ്ങളിൽ നിന്നാണ് ഈ പൊളിച്ചപണി ആവശ്യം വരുന്നത് എന്നാണ് ഇപ്പോൾ പൊതുവെ, നമ്മൾ മാത്രമല്ല പൊതുവെ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ അലയടിക്കുന്ന ഇവർക്കെതിരെ ഉണ്ടാകുന്ന ഓരോ വിമർശനങ്ങളും.